ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ തന്നെ ഇലക്ട്രോണിക്സിൻ്റെ ബേസിക്സ് മുതൽ നമ്മുടെ ആർഡിനോയുടെ പ്രോഗ്രാമിംഗ് വരെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ അവിടെ നിന്ന് പഠിച്ചെടുക്കാണ്ട് പോവുകയാണ്. അപ്പോൾ ഇതുവരെയായിട്ട് പ്രത്യേകിച്ച് യാതൊരു പ്രൊജക്റ്റ് ചെയ്യാത്തവർക്കും പിന്നെ അതേപോലെ നമ്മുടെ ഇതിന് മുന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്തവർക്കും അവരുടെ പ്രൊജക്റ്റ് എന്തെല്ലാം കാര്യം മാറ്റം വരുത്തുക എന്നുള്ളത് ഇതിനെക്കുറിച്ച് യാതൊരുവിധ ഐഡിയ ഇല്ലാത്തവർക്കൊക്കെ നമ്മുടെ ഈ കോഴ്സ് ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ കോഴ്സ് കംപ്ലീറ്റ് ആക്കുന്നതോടുകൂടി ഇതിൽ സംഭവങ്ങളൊക്കെ ഉണ്ടോ, ഇവിടെ ഒരുപാട് സംഭവങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള ഓരോ സംഭവങ്ങൾ യൂസ് ചെയ്യാനും നമ്മുടെ ആർഡിനോ എങ്ങനെ പ്രോഗ്രാം ചെയ്യേണ്ടി, പിന്നെ അതേപോലെ ഇലക്ട്രോണിക്സിൻ്റെ ബേസിക് ആയുള്ള കാര്യങ്ങൾ അങ്ങനെ തൊട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ നമ്മുടെ ഈ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ആകുന്നതോട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യമാണ്, നമ്മൾ ഈ കോഡിങ്ങിൻ്റെ കാര്യമൊക്കെ പറയുന്ന സമയത്ത് വളരെ ബേസിക് ആയുള്ള ഫംഗ്ഷൻ, ലൂപ്പ്, അറേ അങ്ങനെ തൊട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങൾ നമ്മൾ ഈ കോഴ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വളരെ ഫസ്റ്റ് നമ്മൾ ഇലക്ട്രോണിക്സിൻ്റെ ബേസിക്സ് മുതൽ തുടങ്ങിയതിന് ശേഷം നമ്മുടെ ആർഡിനോയുടെ പ്രോഗ്രാമിങ്ങിൻ്റെ ഒട്ടുമിക്ക കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം നമ്മൾ സ്വന്തമായിട്ട് ലാസ്റ്റ് ഒരു ചെറിയ പ്രൊജക്റ്റ് കൂടെ ചെയ്യും കേട്ടോ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കോഴ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെന്തായാലും ഫസ്റ്റ് മുതൽ ഇത് കണ്ടു തുടങ്ങുക. പിന്നെ കണ്ട് മാത്രം ചെയ്താൽ പോരാ, നിങ്ങളെന്തായാലും ജസ്റ്റ് നോട്ട് ബുക്കിലോട്ടായിട്ട് ജസ്റ്റ് എഴുതി വെച്ചുകൊണ്ട് ആ രീതിയിലൊക്കെ ചെയ്യണം. എന്നാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ അടിപൊളിയായിട്ട് മനസ്സിലാക്കി എടുക്കാനൊക്കെ പറ്റുന്നതാണ്. നമ്മുടെ ഈ ഒരു ഭാഗത്ത് കുറേ മോട്ടറുണ്ട്, കുറേ ബാറ്ററി ഉണ്ട്, കുറേ സോൾഡറിങ് ആണ്, നമ്മുടെ ഒട്ടുമിക്ക സാധനങ്ങൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും കണ്ടാണ്ട് ആരും പേടിക്കേണ്ട. എന്തായാലും നമ്മൾ ഓരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്നായിട്ട് പഠിക്കുന്ന കേട്ടോ. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. നമ്മൾ ഇന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെയായിരിക്കും ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്നുള്ളതും ഈ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കുന്നതോടുകൂടി നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നതാണ്. പിന്നെ ഇതിന് മുന്നായിട്ട് സ്വന്തമായിട്ട് പ്രൊജക്റ്റ് ചെയ്യാത്തവരും ഇലക്ട്രോണിക്സിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തവരും അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും അവർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റും നമ്മൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ആക്കുന്നതോടുകൂടി. പിന്നെ ഇതിന് മുന്നേ എന്തെങ്കിലും പ്രൊജക്റ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടും. കാരണം നമ്മൾ കോഡിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ടുകൊണ്ട് അഡ്വാൻസ്ഡ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ നിങ്ങൾക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ആക്കുന്നതോടുകൂടി മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മുടെ ഈ കോഴ്സ് എങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ള വെച്ചാൽ ഒരു ബിഗിനറിന് ഫസ്റ്റ് മുതലുള്ള ഒരു ബേസിക് ആയിട്ടുള്ള നമ്മൾ ഇലക്ട്രോണിക്സിൻ്റെ ഐഡിയാസ്, അങ്ങനെ ഇലക്ട്രോണിക്സിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ ആദ്യം തരും. അതിനുശേഷം നമ്മൾ പ്രോഗ്രാമിങ്ങിലോട്ട് കിടക്കും. നമ്മൾ ഈ ആർഡിനോ ബോർഡ് എന്നുള്ള പറയുന്ന ബോർഡുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇത്തരത്തിലുള്ള ബോർഡൊക്കെ നിങ്ങളെ കൊണ്ട് സ്വന്തമായിട്ട് പ്രോഗ്രാം ചെയ്യുന്ന രീതിയിലോട്ട് നമ്മൾ മാറ്റിയെടുക്കും. അപ്പോൾ ആ രീതിയിലുള്ള ലെവലിൽ നിങ്ങൾ എത്തിക്കും കേട്ടോ. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇനിയുള്ള മുന്നോട്ടുള്ള വീഡിയോയിലൊക്കെ നമ്മൾ പറയുന്നുണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇലക്ട്രോണിക്സിൻ്റെ ബേസിക്സ്, അതായത് നമ്മുടെ ഒരു റെസിസ്റ്റർ എന്താണ്, ഈ സോൾഡറിങ് ആണ് എങ്ങനെ യൂസ് ചെയ്യേണ്ടത്, അങ്ങനെ തൊട്ടുള്ള ഒട്ടുമിക്ക കാര്യം ഇലക്ട്രോണിക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം നിങ്ങളെ മനസ്സിലാക്കിയെടുക്കും. അതിനുശേഷം നമ്മൾ പ്രോഗ്രാമിങ്ങിലോട്ട് കിടക്കും. അപ്പോൾ പ്രോഗ്രാമിംഗ് എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് അറേ ഉണ്ട്, ലൂപ്പ് ഉണ്ട്, ഫംഗ്ഷൻസ് ഉണ്ട്, ഇഫ് കണ്ടീഷൻസ് ഉണ്ട്, അങ്ങനെ തൊട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്തുകൊണ്ട് ഒരു പ്രൊജക്റ്റ് നിങ്ങളെ കൊണ്ട് ലാസ്റ്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ അതോടെ നിങ്ങൾക്ക് ലാസ്റ്റിൽ ഒരു പ്രൊജക്റ്റ് സ്വന്തമായിട്ട് ചെയ്യാനും പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊജക്റ്റൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചാറ്റ് GPT പോലുള്ള AI ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ സിമ്പിളായിട്ട് ചെയ്യേണ്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായുള്ള രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക. അപ്പോൾ അതിനൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള ലെവൽ ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ടൈം ബേസിക്സ് നമ്മുടെ ഇലക്ട്രോണിക്സിൻ്റെ ബേസിക്സ് കവർ ചെയ്യും. അതിനുശേഷം നമ്മൾ പ്രോഗ്രാമിങ്ങിലോട്ട് കിടക്കും. അതിനുശേഷം നമ്മുടെ ആർഡിനൊക്കെ പ്രോഗ്രാം ചെയ്തുകൊണ്ട് ഒരു പ്രൊജക്റ്റ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്തായാലും അടിപൊളിയായിട്ട് മനസ്സിലാക്കി എടുക്കാം. പിന്നെ നമ്മൾ ഇലക്ട്രോണിക്സിൻ്റെ ബേസിക്സ് ഒക്കെ പറയുന്ന സമയത്ത് വളരെ സിമ്പിളായുള്ള ട്രാൻസിസ്റ്റർ എന്താ, റെസിസ്റ്റർ എന്താ, ഇങ്ങനെ തുടങ്ങിയ ഒട്ടുമിക്ക കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ചിലപ്പോൾ അറിയണമെന്നില്ല കേട്ടോ. അതായത് ഈ ട്രാൻസിസ്റ്റർ, റെസിസ്റ്റർ ഇതെങ്ങനെ കണക്ട് ചെയ്യേണ്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ള ചിലപ്പോൾ എല്ലാവർക്കും അറിയണമെന്നുണ്ടാവില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പോണൻസ് ഒക്കെ എങ്ങനെ യൂസ് ചെയ്യേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ ഇത്തരത്തിലുള്ള റെസിസ്റ്റർ, കപ്പാസിറ്റർ, പിന്നെ സോൾഡറിങ് ആണ്, ഇതൊക്കെ എങ്ങനെ സംഭവം യൂസ് ചെയ്യേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഇലക്ട്രോണിക്സിൻ്റെ ബേസിക്സിൽ നമ്മൾ കവർ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ പ്രോഗ്രാമിങ്ങിലോട്ട് കിടക്കും. അവിടെ നമുക്ക് നമ്മൾ ആർഡിനോ പോലുള്ള മൈക്രോ കൺട്രോൾ ബോർഡുകൾ നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് സ്വന്തമായിട്ട് കോഡ് ചെയ്യാനും നിങ്ങൾക്ക് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഏത് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ടൊക്കെ നമ്മൾ മാറ്റിയെടുക്കും. അപ്പോൾ അതിനൊക്കെയാണ് നമ്മൾ ഈ സംഭവങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ വരെ നമ്മൾ മാറ്റിയെടുക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ കോഴ്സ് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവുന്നതാണ്. പിന്നെ അതിലോട്ട് നമുക്ക് ഏത് രീതിയിലുള്ള സെൻസറുകൾ കണക്ട് ചെയ്യാം, നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള സെൻസറുകൾ സ്വന്തമായിട്ട് കോഡ് ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് എന്ത് സംഭവങ്ങളും ചെയ്യാണ്ട് കഴിയുന്ന കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി മുന്നുള്ള വീഡിയോയിലൊക്കെ വരുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഓരോ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് മനസ്സിലാക്കുക. അതിന് ശേഷം ഒരു നോട്ട് നിങ്ങൾ തയ്യാറാക്കുക. എന്നാൽ നോട്ടിൽ നിങ്ങൾക്ക് ഓരോ സംഭവങ്ങളും എഴുതി മനസ്സിലാക്കിയെടുക്കാണ്ട് കഴിയുന്നതാണ്. എന്തായാലും നമ്മൾ ആദ്യം തുടങ്ങുന്ന സമയത്ത് തന്നെയുള്ള ഒരു നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ ലാസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു മുതൽക്കൂട്ടാവും അത്. അപ്പോൾ നിങ്ങളിവിടെ കാണുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ, ഇത് കണ്ടാണ്ട് അവർ പേടിക്കേണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയുള്ള വീഡിയോയിൽ ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനും ഓരോ സംഭവങ്ങൾ അങ്ങനെ കോഡ് ചെയ്താണ് പ്രൊജക്റ്റ് ചെയ്യേണ്ടി എന്നുള്ളത്. പിന്നെ ഇലക്ട്രോണിക്സിൻ്റെ ബേസിക്സിൽ നമ്മൾ ഓരോ സംഭവങ്ങൾ അങ്ങനെ യൂസ് ചെയ്യേണ്ടത് അതൊക്കെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതോടെ നിങ്ങൾ ആരും ഇത് കണ്ടാണ്ട് പേടിക്കേണ്ട. നമ്മൾ കുറച്ച് സംഭവം മാത്രമേ കൊടുന്ന് വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതോടെ ജസ്റ്റ് നിങ്ങൾ ആ രീതിയിൽ എടുക്കട്ടോ.
പിന്നെ നമ്മളിത് തുടങ്ങുന്ന സമയത്ത് ഇലക്ട്രോണിക്സിൻ്റെ ബേസിക്സ് തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട സംഭവം നമ്മുടെ ഈ സോൾഡറിങ് അയൺ എന്നുള്ള ഈ സംഭവം കേട്ടോ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതും പിന്നെ അതേപോലെ ഇതിന് തൊട്ടുള്ള കാര്യങ്ങൾ, അതായത് ട്രാൻസിസ്റ്റർ എങ്ങനെ കണക്ട് ചെയ്യാം, റെസിസ്റ്റർ എങ്ങനെ കണക്ട് ചെയ്യാം, പിന്നെ ഇതിലോട്ട് കൊടുക്കുന്ന ബാറ്ററി എങ്ങനെ കണക്ട് ചെയ്യണം, അങ്ങനെ തുടങ്ങുന്ന നമ്മൾ മോട്ടറുകൾ. ഈ മോട്ടറുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് മോട്ടറുകൾ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള മോട്ടറുകളൊക്കെ എങ്ങനെ കണക്ട് ചെയ്യാം, പല രീതിയിലുള്ള മോട്ടറുണ്ട്, എന്താണ് RPM, അങ്ങനെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും മോട്ടറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. എന്തായാലും നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ആക്കുന്നതിൽ സ്വന്തമായിട്ട് എല്ലാ പ്രൊജക്റ്റ് ചെയ്യാനും കോഡ് ചെയ്യാനും, പിന്നെ നിങ്ങൾക്ക് അറിയില്ല ഒരു കോഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിലും അവിടെ നിങ്ങളെ സഹായിക്കാൻ വരുന്ന കുറേ AI-കളുണ്ട്. അപ്പോൾ ആ AI-കളൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ അടിപൊളിയായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു തരാണ്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് നല്ലൊരു ഉപകാരപ്പെടുന്നതാണ്. പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം നിങ്ങൾ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എന്നെയായിട്ട് ഒന്ന് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തതിന് ശേഷം ഡൗട്ട് എന്താണെന്നുള്ള ക്ലിയർ ചെയ്യാനൊക്കെ അവിടെ പറ്റുന്ന കേട്ടോ. അപ്പോൾ എന്തായാലും ആ രീതിയിലൊക്കെ നമ്മൾ ഇനി മുന്നോട്ട് പോകുന്നുണ്ടാകും. അപ്പോൾ എന്തായാലും ആ രീതിയിലൊക്കെ നിങ്ങൾ ചെയ്യുക. എന്തായാലും മാത്രമേ നിങ്ങൾക്കൊരു ഈ കോഴ്സ് കംപ്ലീറ്റ് ആവുന്നതോടുകൂടി നിങ്ങൾക്ക് എല്ലാ സമയവും ചെയ്യാണ്ട് കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഓരോ സമയങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോ വീഡിയോയിലൊക്കെ ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്ത് കണ്ട് നിങ്ങളെ കൊണ്ട് സ്വന്തമായിട്ട് പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ മാറ്റിയെടുക്കും. അതെന്തായാലും എൻ്റെ ഭാഗത്തു നിന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്ത് തരുന്ന കേട്ടോ. എന്തായാലും ആ രീതിയിലൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിലായിരുന്നു. എന്തായാലും ഇവിടെ നാളെ മുതൽ ഇനി നമ്മുടെ ഇലക്ട്രോണിക്സിൻ്റെ ബേസിക്സ് തൊട്ട് തുടങ്ങാൻ പോവുകയാണ്. പിന്നെ നമ്മളെന്തായാലും ഇവിടെ കുറച്ച് കമ്പൗണ്ട്സ് മാത്രമേ കൊടുന്ന് വെച്ചിട്ടുള്ളൂ, എല്ലാം കൂടെ ഇവിടെ സ്പേസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ഇങ്ങനെ എടുക്കാം. പിന്നെ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ജസ്റ്റ് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളും ഇന്നത്തെ കോഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഈ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കുമെന്നുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ ഓരോ സമയം യൂസ് ചെയ്യണം ചെയ്യും. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.